നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടന് വിട നൽകി ബ്രെക്സിറ്റിന് അംഗീകാരം നൽകിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അന്തിമ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്ന ബ്രെക്സിറ്റ് ഉടമ്പടിക്ക് യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. 683 അംഗ പാർലമെന്റിൽ 621 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 49 പേർ എതിർത്ത് വോട്ട് ചെയ്തു. 13 പേർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. യൂറോപ്യൻ പാർലമെന്റിൽ 73 പേർ ചേർന്നാണ് ബ്രിട്ടൻ പ്രതിനിധികളായുള്ളത്. അവരുടെ അവസാന സമ്മേളനമായിരുന്നു ബുധനാഴ്ച നടന്ന സമ്മേളനം എന്നതും പ്രത്യേകതയാണ്. 31-ന് ബ്രെക്സിറ്റ് നടപ്പായാലും 11 മാസം പരിവർത്തന കാലമാണ്. ഇരുപക്ഷവും തമ്മിലുള്ള വ്യാപാര കരാറുകളും മറ്റും ചർച്ച ചെയ്യാകും അന്തിമ തീരുമാനമെന്നതും പ്രത്യേകതയാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാക്കിയ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ തീരുമാനത്തിന് എലിസബത്ത് രാജ്ഞി അംഗീകാരം നൽകിയിരുന്നു. രാജ്ഞി ഒപ്പുവെച്ചതോടുകൂടി ബിൽ നിയമമായി എന്ന പ്രത്യേകതയുമുണ്ട്. ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്ക് യൂറോപ്യൻ പാർലമെന്റ് അംഗീകാരം നൽകിയതോടുകൂടി ബ്രെക്സിറ്റ് നടപടികൾ പൂർത്തിയായി. പരമ്പരാഗത സ്കോട്ടിഷ് ഗാനമായ ഓൾഡ് ലാങ് സാനെ ആലപിച്ചാണ് ബ്രിട്ടീഷ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട നൽകിയത്. ജനുവരി 31-ാം തീയതി രാത്രി 11 മണിക്കാണ് ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാകുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേർതിരിയാനുള്ള ഹിതപരിശോധന ബ്രിട്ടനിൽ 2016-ലാണ് നടന്നത്. 51.9% പേർ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്നും 48.1% പേർ മറിച്ചും വിധി എഴുതുകയായിരുന്നു. അന്ന് തൊട്ട് അരങ്ങേറിയ വലിയ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാവുന്നത്. യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിച്ച ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാക്കിയ ബ്രിട്ടീഷ് തീരുമാനത്തിന് രാജ്ഞിയുടെ അംഗീകാരമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച ഏറ്റവും വലിയ വസ്തുത. രാജ്യത്തിന്റെ അധിപ എന്ന സ്ഥാനം വഹിക്കുന്ന എലിസബത്ത് രാജ്ഞി ഒപ്പുവെച്ച ബിൽ നിയമമായതോടുകൂടി അന്തിമ പിൻവാങ്ങൽ നടപടിയുമായി ബ്രിട്ടൻ മുന്നോട്ട് പോകാമെന്നാണ് അന്ന് തീരുമാനമെടുത്തത്. ബിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടിയതിനു ശേഷമാണ് രാജ്ഞി അധികാരം നൽകിയത്. ബ്രെക്സിറ്റിൽ 2 ഉന്നത UA ഉദ്യോഗസ്ഥർ വേർപിരിയൽ കരാറിൽ ഒപ്പുവെച്ചു. ബ്രെക്സിറ്റിന്റെ ശക്തനായ വക്താവായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഒപ്പുവെക്കുമെന്ന വാർത്തയും പറഞ്ഞിരുന്നു. ഒരിക്കലും മറികടക്കില്ലെന്ന് ആശങ്കപ്പെട്ടിരുന്ന ബ്രെക്സിറ്റ് അതിർവരമ്പുകൾ നാം കടന്നിരിക്കുന്നുവെന്നായിരുന്നു പിൻവാങ്ങൽ ബില്ലിന് അംഗീകാരം നേടിയെടുക്കവേ ബോറിസ് ജോൺസൺ പാർലമെന്റിൽ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വേർപിരിയാനുള്ള ഹിതപരിശോധന ബ്രിട്ടനിൽ 2016-ലാണ് നടന്നത്. 51.9% പേർ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്നും 48.1% പേർ മറിച്ചും വിധി എഴുതിയിരുന്നു. അന്ന് തൊട്ട് അരങ്ങേറിയ നിരവധി പ്രശ്നങ്ങൾക്കൊടുവിലാണ് ബ്രെക്സിറ്റ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. കരാറിന് UA പാർലമെന്റ് അംഗീകാരം നൽകുകയും പിന്നീട് അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇത് എഴുതി നൽകുകയും ചെയ്തിരുന്നു. ഇതും പൂർത്തിയായ കഴിഞ്ഞ ശേഷമാണ് ജനുവരി 31-ാം തീയതി വെള്ളിയാഴ്ച യൂറോപ്യൻ യൂണിയന്റെ ബ്രിട്ടന്റെ അവസാന ദിനമായി മാറുന്നത്. UAയിൽ നിന്നുള്ള ബ്രിട്ടന്റെ വേർപെടൽ കരാറിൽ ചാൾസ് മിഷേലും ഞാനും ഒപ്പുവെച്ചു. ഇതോടെ ഞങ്ങളുടെ പാർലമെന്റിന് മുന്നിൽ കരാർ അംഗീകാരത്തിനായി എത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വോണ്ടർ ലിനെൻ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ് സംഭവിച്ചതെന്നും എങ്കിലും ഞങ്ങളുടെ സൗഹൃദം തുടരുമെന്നുമാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായ മിഷേൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.